പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ലൊരു പ്രഭാതവും നല്ലൊരു ദിവസവും നൽകിയ നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഈ ദിവസം കൂടെ ജീവിച്ചിരിക്കാൻ, ആരോഗ്യത്തോടെ ആയിരിക്കാൻ, ബോധത്തോടെ ആയിരിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെ സഹായിച്ചിരിക്കുന്നു. നന്ദി നിറഞ്ഞ നന്മ നിറഞ്ഞൊരു ദിവസമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം ഒരു പിതാവ് പറഞ്ഞു, ഒരു പുരോഹിതൻ വ്യഭിചാരമെന്ന കൊടിയ തിന്മ ചെയ്തിട്ട് വന്ന് ബലിയർപ്പിച്ചാലും ബലിക്ക് കുറവില്ല. കാരണം ബലിയുടെ ഉടമസ്ഥന് അത് കരുണയുള്ളവനായതുകൊണ്ട് ഈ ബലിയർപ്പിക്കുന്ന പുരോഹിതന് നിന്ന് കുർബാന സ്വീകരിക്കാം. സത്യത്തിൽ എന്തോ ഒരു വലിയ കൊടിയ തിന്മയാണിത്. തങ്ങളുടെ വിശുദ്ധി പാലിച്ചുകൊണ്ട് ഇല്ലെങ്കിൽ ബലിയർപ്പിക്കാൻ വേണ്ട വിശുദ്ധി വേണമെന്ന ചിന്തയോടെ ഇത്തരം പാപങ്ങളിൽ ചെന്നുപെട്ടിട്ടും പാപം ചെയ്യാതെ ഓടിപ്പോകുന്നവനോട് നിൽക്കടാ അവിടെ, വേണം നീ അതോടെ ചെയ്തു, എന്നാലും കുഴപ്പമില്ല എന്ന് പറയുന്നതിന് തുല്യമല്ലേ? ഒന്ന്. രണ്ടാമത്, ഈ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കെട്ടിപ്പിടിക്കുമ്പോൾ ശരീരം മുഴുവൻ അഴുക്കാണെങ്കിൽ കെട്ടിപ്പിടിക്കപ്പെടുന്ന മനുഷ്യൻ്റെ വിഷമം എത്ര ഭയങ്കരമായിരിക്കും. പരിശുദ്ധനായ ദൈവത്തെ കരങ്ങളിലെടുക്കുന്ന മനുഷ്യൻ്റെ കരങ്ങൾ അശുദ്ധമാണെങ്കിൽ, ആ ബലിയർപ്പിക്കാൻ ബലിപീഠത്തിലേക്ക് കടന്നു വരുന്ന പുരോഹിതൻ്റെ ഹൃദയം അശുദ്ധമാണെങ്കിൽ, ആ ബലി എങ്ങനെ പൂർണ്ണതയിലെത്തും? തന്നെയല്ല, പുരോഹിതൻ ബലിപീഠത്തിലേക്ക് കയറുമ്പോൾ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്, അയ്യോ ഇത് ദൈവത്തിൻ്റെ വാസസ്ഥലമല്ലാതെ മറ്റെന്താണ്, ഇവിടെയോട്ട് ഞാൻ എങ്ങനെ കയറും, ഞാൻ എൻ്റെ അയോഗ്യതയെ ഓർത്ത് അനുദപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബലിപീഠത്തിലേക്ക് കയറുന്നത്. അങ്ങനെ കയറേണ്ട ഒരു പുരോഹിതൻ കൃത്യമായും ഇത്തരത്തിലുള്ള പാപം ചെയ്തിട്ട് എങ്ങനെ ബലിയർപ്പിക്കും? എൻ്റെ പിതാവ് ഈ സഭയ്ക്ക് ശാപമാണ്. കാരണം ഇന്ന് പാപം ചെയ്യാതെ ജീവിക്കുന്ന പുരോഹിതർക്ക് പാപം ചെയ്യാനുള്ള ലൈസൻസ് കൊടുത്തു. ഇത് കേൾക്കുന്ന ഓരോ ദൈവജനത്തിനും ഇനി എന്ത് ചെയ്താലും പോയി നമുക്ക് കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ പാപം ചെയ്ത പുരോഹിതൻ്റെ കരങ്ങളിലൂടെ കുഴപ്പമില്ലാത്ത കർത്താവാണ് വരുന്നതെങ്കിൽ, ഇച്ചിരി കുഴപ്പമൊക്കെ ചെയ്യുന്ന സാധാരണ മനുഷ്യരായ ബലഹീന മനുഷ്യരായ നമുക്ക് ഏത് പാപം ചെയ്താലും കുഴപ്പമൊന്നുമില്ലല്ലോ, പിന്നെ കർത്താവിനെ സ്വീകരിച്ചാൽ എന്നാ കുഴപ്പം? ചായക്കടയിൽ നിന്ന് അപ്പം വാങ്ങിച്ച് കഴിക്കുന്നത് പോലെ ബലിപീഠത്തിൽ നിന്ന് ദിവ്യകാരുണ്യം സ്വീകരിക്കാമോ? ഓപ്പറേഷൻ ചെയ്യാനൊരുങ്ങുന്ന ഡോക്ടർ, ഹാർട്ടിൻ്റെ ഓപ്പൺ സർജറി നടത്താൻ പോകുന്ന ഡോക്ടർ കൈയും കാലും കഴുകാതെ കുളിക്കാതെ നേരെ ഹോസ്പിറ്റലിൽ വരുന്നു. കൈ കിട്ടുന്നൊരു കത്തി എടുത്ത് വിശുദ്ധമല്ലാത്ത തരത്തിലുള്ള ശുദ്ധിയില്ലാത്തതായ ടൂളുകൾ ഉപയോഗിച്ച് ഒരുവൻ്റെ നെഞ്ചു വെട്ടിപ്പൊളിച്ച് അയാളുടെ ഹൃദയം ഓപ്പറേറ്റ് ചെയ്തിട്ട് രോഗിയെ സുഖപ്പെടുത്താനാണെന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള മനുഷ്യർക്ക് ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റും? ഇത്രയേറെ അബദ്ധം പറയുന്ന ഈ പിതാവ് അനുഗ്രഹമാണോ അതോ സഭയുടെ ശാപമാണോ? സാത്താൻ്റെ ഏജൻ്റാണോ? നരകത്തിലേക്ക് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാനായിട്ട് കോൺട്രാക്റ്റ് എടുത്തിരിക്കുന്ന ആളാണോ? എന്താണ് ചിന്തിക്കേണ്ടത്? ഇദ്ദേഹം വളരെ മോശമാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. കാരണം ടി വിയിലൂടെ പിള്ളേരുടെ മുൻപിലിരുന്ന് വിശുദ്ധിയെപ്പറ്റിയും സഭയെപ്പറ്റിയും പ്രബോധനങ്ങളെപ്പറ്റിയും ഭൗതിക സാഹചര്യങ്ങളെപ്പറ്റിയൊക്കെ വ്യാഖ്യാനിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ അറിവ് എത്ര ഭയങ്കരമാണെന്ന് ചിന്തിച്ചിട്ടുണ്ട്. ബുദ്ധിയിൽ അന്ധകാരം വ്യാപിച്ച് ആത്മാവിൽ ദൈവാത്മാവിൻ്റെ പ്രവർത്തനമില്ലാത്ത ഒരു പുരോഹിത ശ്രേഷ്ഠനാണ് ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വികാരി മെത്രാപ്പോലിത്തയായിട്ട് വന്നിരിക്കുന്നത്. ഇതിൻ്റെ പേരിൽ എനിക്ക് ഒത്തിരി ചീത്ത കേൾക്കേണ്ടി വരുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഞാനൊരു കാര്യം പറയുകയാണ്, നമുക്കറിയാമല്ലോ, നമ്മളൊരു പോസ്റ്റ് ഒരു ലെറ്റർ ഒരാൾക്ക് അയച്ചാൽ ആ ആളവിടെ ഇല്ല, അയാളത് എടുക്കുന്നില്ലെങ്കിൽ അത് പോസ്റ്റ്മാൻ തിരിച്ച് വീട്ടിൽ കൊണ്ടുതരും. എൻ്റെ ചീത്ത പറയുന്നവരെ മനസ്സിലാക്കിക്കൊള്ളുക, നിങ്ങൾ പറയുന്നൊരു ചീത്ത ഞാൻ എടുക്കത്തില്ല, ഇതെല്ലാം തിരിച്ച് നിങ്ങളുടെ തന്നെ വീട്ടിൽ വന്നോളും, നിങ്ങളുടെ തന്നെ പേരിൽ വന്നോളും. നീ പറയുന്ന സമാധാനം ഒരു ഭവനത്തിന് അർഹതയുള്ളതെങ്കിൽ അവിടെ വന്ന് വസിക്കും. നീ പറയുന്നത് ആ ഭവനത്തിന് അർഹതയില്ലെങ്കിൽ തിരിച്ച് നിന്നിലേക്ക് സമാധാനം വരും. അതുപോലെ തന്നെ തിന്മയെല്ലാം തിരിച്ചയക്കപ്പെടും. അതുകൊണ്ട് ചീത്ത പറഞ്ഞ് തോപ്പിക്കാവുന്ന ആരും വിചാരിക്കേണ്ട. എൻ്റെ നിത്യരക്ഷയെ, എൻ്റെ കൂടുള്ള സാധാരണ വിശ്വാസികളുടെ നിത്യരക്ഷയെ തടസ്സപ്പെടുത്തുന്ന കൊടിയ തിന്മ പറയുന്ന സാത്താൻ്റെ ഏജൻ്റന്മാരായി നിൽക്കുന്ന പിതാക്കന്മാരും വൈദികരും
വൈദികർക്കൊക്കെ ഈ ഒരു വാക്ക് വളരെ ആവേശം പകർന്നിരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. എന്തൊരു മഹാപാപമായത്! നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. ആത്മാവിനെ ഉയർത്തേണ്ടവൻ ആത്മാവിൻ്റെ നരക കച്ചവടക്കാരനായി മാറുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? കുറേ മനുഷ്യർ എന്നെ ഉപദേശിക്കാൻ വന്നു. കുഞ്ഞുമോൻ ബ്രദർ അങ്ങനെ പറയരുത്. ഉപദേശിക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ ഇതിൻ്റെ മറുപടി എന്നോടൊന്ന് പറ, ഞാൻ നിർത്താം. ചങ്കുപൊട്ടുന്ന വേദനയോടെ ഈ പറയുന്നത്, ആത്മനാശം കണ്ടിട്ടാണ് ഈ പറയുന്നത്. മനുഷ്യരാരും വിശുദ്ധരൊന്നും അല്ല. എങ്കിലും ഞാൻ പറയുന്നത്, പാപം ചെയ്തിട്ട് ഒരു കുഴപ്പമില്ലാതെ വന്ന് ബലി അർപ്പിച്ചാൽ അതിലൊരു കുഴപ്പമില്ലെന്ന് പറയുന്ന ഈ പുരോഹിത ശ്രേഷ്ഠന് എന്താ പറ്റിയേക്കുന്നതെന്ന് ഒരു പിടിയില്ല. ബുദ്ധിയും അറിവും കണ്ടുകൊണ്ട് അഭിഷേകം കൊടുത്ത പിതാവിന് തെറ്റിപ്പോയി. അദ്ദേഹം മര്യാദക്കാരനും നല്ലവനുമായി കഴിവുള്ളവനാണല്ലോ എന്ന് വിചാരിച്ച് ഈ കഴിവിലെല്ലാം പിശാച് കയറി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്ന സഹോദരങ്ങളെ, എല്ലാവരും അവരവരുടെ ബുദ്ധിയും ദൈവിക ജ്ഞാനവും ദൈവം തന്നിരിക്കുന്ന ബോധവും അനുസരിച്ച് ചിന്തിച്ച് നോക്ക്, ഇതെത്ര കൊടിയ തിന്മയാണെന്ന്. എൻ്റെ പുറകെ വരല്ലേ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇത് കേൾക്കുന്നവരൊന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കൂടുതൽ വ്യൂസിനൊന്നും കിട്ടാനൊന്നുള്ള താല്പര്യമൊന്നുമില്ല. ഇത് ദൈവിക സത്യമാണ്. പരിശുദ്ധാത്മാവ് നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. ആമേൻ.